എൻ്റെ സാറേ, ഈ ഡിവൈൻ തുടങ്ങിയ സമയം മുതൽ ഞാൻ പോകാറുണ്ട്. പക്ഷേ അത് വന്ന് വന്ന് സംഭവിച്ച ഈ എറണാകുളം അങ്കമാലി രൂപതയിൽ ചുരുക്കത്തിൽ സംഭവിച്ചത്, പള്ളിയിൽ നിന്ന് പോയി ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് കയറി ആളുകൾ. ധ്യാന കേന്ദ്രത്തിൽ ചെന്നപ്പോൾ അവിടെ കുർബാനയ്ക്ക് പകരം വചനപ്രഘോഷണമായി. വചനപ്രഘോഷണം നടത്തിയവർ കർത്താവിനേക്കാളും വലിയ ആളുകളായി. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാരണം താങ്കളെപ്പോലെയുള്ളവരുടെ അഭിപ്രായമാണ് 100% ശരി. പക്ഷേ ആ അഭിപ്രായം ഇവിടെ പറഞ്ഞാൽ നമ്മൾ 1% പോകും. ഒരു സത്യം പറയാം, മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലും ഡിവൈൻ എന്ന് പറയുന്ന ഒരു ആതുരാലയം അവർക്കുണ്ട്. ആ ആതുരാലയത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവിടെയുള്ള അന്തേവാസികൾക്ക് ലഭിക്കുന്നത് തോന്നിവാസ കുർബാന. അതായത് ഈ സഭയുടെ കുർബാന ഡിവൈൻ കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ അടുത്തുള്ള മുരിങ്ങൂരുള്ള ഇവരുടെ അനുബന്ധ സ്ഥാപനത്തിൽ അവിടെയുള്ള അന്തേവാസികൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർ കുർബാന എന്ന ആ ഏറ്റവും വലിയ കൂദാശയെ അവർ ചെറുതാക്കി. വചനപ്രഘോഷണം കഴിഞ്ഞിട്ടാണ് കുർബാനയുള്ളൂ അവർക്ക്. അപ്പൊ കുർബാന എന്ന് പറഞ്ഞാൽ കർത്താവ് രൂപാന്തരം സംഭവിച്ച് തൻ്റെ ശരീരം നമുക്ക് തരുന്ന കൂദാശ ഒന്നാം സ്ഥാനം കൊടുക്കാതെ ആ വചനത്തിന് കൂടുതൽ അതിനേക്കാൾ സ്ഥാനം കൊടുക്കുന്നു, വചന പ്രഘോഷണത്തിന്. വാസ്തവത്തിൽ വചനം മാംസമായ കർത്താവിനെ തന്നെയാണ് കുർബാനയിൽ നമ്മൾക്ക് ലഭിക്കുന്നത്. വചനത്തെക്കാൾ പൂർണ്ണമായ അർത്ഥത്തിൽ കുർബാനയാണ് ഏറ്റവും ഉന്നതം. അതാണ് ഡിവൈൻ ദാനകേന്ദ്രത്തിലെ അച്ഛന്മാർ മനസ്സിലാക്കേണ്ടത്. ആന്റണി ചേട്ടാ, ഇത് ചില ആൾക്കാർക്ക് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. കുറച്ച് അച്ഛന്മാര്, വളരെ കുറച്ച് അച്ഛന്മാരേ ഉള്ളൂ പക്ഷെ നമ്മുടെ അറിവില്. ഞാനൊരു 17 വർഷം മുമ്പ് നമ്മുടെ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ പോയായിരുന്നു. ഈ 5 ദിവസം താമസിച്ചോളാം. അവിടെ ചെന്ന് പനക്കൽ അച്ഛൻ ഇങ്ങനെ പലരുടെയും ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതിൽ വൈകുന്നേരം ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ വന്നിട്ട്, എന്റെ ദൈവമേ, ആ അച്ഛൻ പറയണത് എന്നൊക്കെയാണ്, ഇത് മാത്രമേ പുള്ളിക്ക് പറയാനുള്ളൂ. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഒരു പെങ്കൊച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞ്, ഞാൻ അവരുമായിട്ട് കൂട്ടുകൂടി, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചാണ്. അപ്പം ഞാൻ അവളെ ഉപദേശിച്ച്, അങ്ങനെയൊന്നും നമ്മൾ പോകരുത്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പുള്ളി പറയണ മുഴുവൻ ഏതാണ്ട് ഈ നാട്ടിലുള്ള പെൺപിള്ളേർ മുഴുവൻ ഇങ്ങനെ ആൾക്കാരുമായിട്ട് കൂടക്കാളൊക്കെ തോന്നും. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്ത് പോണതിനെ പറ്റി തന്നെ ഒരു എന്താ പറയണത്, ഒരു താല്പര്യമില്ലായ്മയല്ലല്ല, ഇതിനോടൊക്കെ എതിർപ്പായി. പക്ഷെ അതിനെപ്പറ്റി കാര്യമില്ല, ആ പർട്ടിക്കുലർ അച്ഛൻ്റെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളു. പക്ഷെ ഇവർക്ക് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് പറയണതുകൊണ്ട് വലിയ ത്രില്ലും വലിയ കാര്യമാണെന്നാണ് വിചാരം. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞു തീർക്കുമെന്നൊക്കെ പറയുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ചില സ്വഭാവമാണ്. അത് സാധാരണ ആൾക്കാരുടെ ഇടയിലും ഉണ്ട്. പക്ഷെ ഇവരൊക്കെ വളരെ ഉന്നത സ്ഥാനീയരായിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പൊ അവരിങ്ങനെ ഇതൊക്കെ വലിയ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കേണ്ട കാര്യം തന്നെ വലിയ ഓഡിയൻസിനോട്. എനിക്ക് മനസ്സിലാണല്ലോ ഇവരെന്ത് ആൾക്കാരാണ് ഇതൊക്കെ. എന്തിനാണ് ഇവർക്ക് സത്യത്തിൽ ഇതിനാരും ട്രെയിനിങ് കൊടുക്കണില്ലേ? ഒരു പള്ളിയിലോ ധ്യാനത്തിലോ അതുപോലെ സ്ഥലത്തൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കാം, ഏത് ലെവൽ വരെ സംസാരിക്കാം, അങ്ങനെ ഒരു ട്രെയിനിങ് ഒന്നും ഇവർക്ക് ഇല്ലെന്ന് എനിക്ക് തോന്നണം. ചില ആൾക്കാരുടെയെങ്കിലും പ്രസംഗമോ എല്ലാം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സംശയിക്കേണ്ടി വരും.